അങ്ങനെ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞു. ഈ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് എന്ന പാർട്ടി അതിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ അവർക്കൊരു ബൾക്ക് എമൗണ്ട്, ഒരു വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. അത് കുറയുമ്പോൾ അവർ പേടിച്ചെന്ത് ചെയ്തു? എല്ലാ പ്രതിപക്ഷ പാർട്ടിയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് മത്സരിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് പോലും ബി.ജെ.പിയുടെ ആ ഒരു വളർച്ച അവർക്ക് തടയാൻ പറ്റുന്നില്ല. ഇതിന്റെ കാരണം എന്തായിരിക്കും? ഒരു നല്ല നേതാവ് അവരുടെ മുന്നിൽ ഇല്ലാത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ബി.ജെ.പിയുടെ ഈ ഒരു വലിയ വളർച്ച ഉണ്ടായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് അവർക്ക് വന്നപ്പോഴാണ്. അതിനു മുമ്പും ബി.ജെ.പി ഉണ്ടായിരുന്നു, പക്ഷെ ഇതുപോലെ ഒരു വളർച്ച ബി.ജെ.പിക്ക് ഇതിനു മുന്നുണ്ടായിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ലോകത്തെല്ലായിടത്തും, എല്ലാ സംസ്ഥാനത്തും, എല്ലാ ഏരിയയിലും നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞാണ് ബി.ജെ.പി വോട്ട് പിടിക്കുന്നത്. സോ അതുപോലെ ഒരാള് കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അധപ്പതനം. അത് കേന്ദ്രത്തിലായാലും ശരി, കേരളത്തിലായാലും ശരി. കേരളത്തിൽ നമ്മൾ കണ്ടതാണ്, ഒരു കോൺഗ്രസിന് പറയാൻ പറ്റുന്ന ഒരു മെയിൻ, ഒരു വലിയ നേതാവ് അതില്ലാത്തിടത്തോളം കാലം കേരളത്തിൽ ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തുടർച്ച അല്ലെങ്കിൽ ഒരു തുടർ ഭരണം ഉണ്ടാകും. അല്ലെങ്കിൽ ബി.ജെ.പി ഇവിടെയും കയറി വളർന്നു വരണം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം, അതോ കോൺഗ്രസിന് പുതിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേതാവ് വരണമോ ഇന്ത്യയിൽ ഈ ഭരണമാറ്റത്തിനുണ്ടാവാൻ, അല്ലെങ്കിൽ ഈ ഒരു കോൺഗ്രസിന്റെ തളർച്ച അല്ലെങ്കിൽ ഒരു തകർച്ച മാറ്റാൻ